ഹായ് ഹലോ അശ്വതീസ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല രുചിയോട് കൂടിയും നല്ല സ്മെല്ലോട് കൂടിയായിട്ടുള്ള നല്ലൊരു പൂമീൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് പൂമീൻ മാത്രമല്ല എല്ലാ ഫിഷും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. സാധാരണ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കായിട്ട് ഇതാ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും. പിന്നെ ഇതാണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇത് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നല്ല മിക്സിയിൽ നല്ലോണം ഫൈനായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് നല്ല അടിപൊളി ടേസ്റ്റും നല്ലൊരു അരോമയും കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറും ഉണ്ടാവുകയെ നമ്മുടെ ഫിഷ് ഫ്രൈക്ക്. ഇത് ഞാൻ മീൻ പൊരിക്കാൻ മാത്രമല്ലേ, നമ്മുടെ ചിക്കൻ ഫ്രൈക്കും അതുപോലെ തന്നെ ചിക്കൻ കറിക്കും ഒക്കെ ഞാനിത് എടുക്കാറുണ്ട്. ഇത് ഒരു പ്രത്യേക ഫ്ലേവറും രുചിയും കൊടുക്കും കേട്ടോ കറിക്ക്. മീൻ കഷ്ണത്തിലൊക്കെ ഞാനിതാ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനൊരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ ഇത് വെക്കുന്നുണ്ട് കേട്ടോ. അരമണിക്കൂർ പറ്റില്ലെങ്കിൽ ഏകദേശം കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. എന്നാലേ നമ്മളുടെ മീനിൻ്റെ കഷ്ണത്തിലൊക്കെ മസാല നല്ലോണം പിടിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഒക്കെ ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഉപയോഗിക്കാം കേട്ടോ. കുരുമുളകിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും പൊടി നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ മസാലയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ച് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചട്ടി വെക്കാം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് മീൻ വറക്കുന്നത് ഈ ചട്ടിയിലാണ് കേട്ടോ, മൺചട്ടിയിൽ. അപ്പോൾ ഇതാ കുറച്ച് എണ്ണ മതി. അപ്പോൾ നമ്മളിതാ എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് എണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചട്ടിയിൽ ഫുൾ ഒട്ടിപ്പിടിച്ച് പോവും. അപ്പോൾ നല്ലോണം ചൂടായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ എല്ലാ കഷ്ണവും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ മസാല റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് ഈ മസാല എല്ലാം കൂടെ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിക്കില്ലേ, ആ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിഷിന് നല്ല ഫ്ലേവർ ആയിരിക്കുമേ. അപ്പോൾ ഇതാ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡ് മറിച്ചിടാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ചട്ടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾ മൈക്കയിൽ ഉപയോഗിക്കുന്ന ചട്ടി ആയതുകൊണ്ട് അതിൽ ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ഫിഷ് ഇങ്ങനെ സ്ക്രാമ്പിൾ ആയിപ്പോയോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പൊടിഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ ഇതാ നമുക്ക് എല്ലാ ഫിഷും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടെ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഏത് ഫിഷും ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിഷിനേക്കാളും കൂടുതൽ ഇഷ്ടം ആ എണ്ണയിൽ ആ മസാല ഉണ്ടാവുമല്ലോ ലാസ്റ്റ് ആ ചട്ടിയിലുള്ളത്, ഞാൻ അതിൽ ചോറിട്ടിട്ട് നല്ലോണം കുഴച്ച് തിന്നാണ് ചെയ്യുക. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിതാ ചോറും സാമ്പാറും മത്തൻ എരിശ്ശേരിയും പയറുപ്പേരിയും ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഫിഷ് ഫ്രൈ ഉള്ളത്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.